ഗോവിന്ദചാമി പിടിയിലായിരിക്കുന്നു. കേരള പോലീസ് ഗോവിന്ദചാമിയെ തൂക്കിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറ കണ്ണിലൂടെ മാതൃഭൂമി ന്യൂസിന്റെ തത്സമയ സംപ്രേഷണം വഴി ഇതാ ഈ മുഴുവൻ ഓപ്പറേഷൻസ് ജനങ്ങളെ കാണിച്ചിരിക്കുകയാണ്. ആദ്യം ഗോവിന്ദചാമി ഉണ്ട് എന്ന ആദ്യത്തെ സൗണ്ട് കേൾക്കുന്നു. ഒപ്പം പോലീസ് സംഘം അങ്ങോട്ട് കുതിക്കുന്നു, മാതൃഭൂമി ന്യൂസും അങ്ങോട്ട് കുതിക്കുന്നു. അങ്ങനെ അവിടെ എത്തി ആ ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്ന് ഗോവിന്ദചാമിയെ പിടിച്ച് കയറ്റുകയാണ്. കേരള ദൃശ്യ മാധ്യമങ്ങളിൽ മാതൃഭൂമി ന്യൂസിന് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സാഹസികമായ ഒരു ദൗത്യമായിരുന്നു. ആ ദൗത്യം പകർത്തിയത് ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. ഇതര ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് മാതൃഭൂമി ന്യൂസിന്റെ മാത്രം ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പകർത്തിയത്, ഈ ദൃശ്യങ്ങൾ ഇതുപോലെ പകർത്തിയത് ഒരേ ഒരാൾ മാത്രമാണ്. ഷിജിൻ നരിപ്പറ്റ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാനാണ്. ഷിജിൻ, ഇത് വെറുതെ അങ്ങ് കിട്ടുന്ന ദൃശ്യമല്ല, വളരെ സാഹസികമായി എനിക്ക് തോന്നുന്നു അത്രയും പ്രയാസപ്പെട്ട് ഓടി ആ പോലീസ് സംഘത്തോടൊപ്പം ഓടി അവിടെ ആ കിണറ്റിന്റെ കരയിൽ എത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതും മതില് എനിക്ക് തോന്നുന്നു ഒന്നിലധികം തവണ ചാടിക്കടക്കേണ്ടി വന്ന സാഹചര്യം. അവിടുത്തെ ടെറൈനൊക്കെ എല്ലാവരും കണ്ടതാണ്. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് പറയൂ. ഞങ്ങൾ ഈ ഗോവിന്ദചാമി മിസ്സിംഗ് ആണ് എന്ന പേരാമ്പ്ര തൊട്ടിൽപ്പാലത്ത് നിന്നാണ് ഇങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് വരുന്നത്. കണ്ണൂരേക്ക് വരുമ്പോൾ തന്നെ ഞാൻ രാഹുലിനോട് സംസാരിക്കുന്നത്, രാഹുൽ നമുക്ക് ഇവർ തിരയുന്ന തരത്തിൽ ആ ഫീൽ ഉണ്ടാക്കുന്ന തരത്തിൽ വേണം നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത കാടിനകത്ത് ഉണ്ടെന്ന സംശയം പറയുന്നതോടുകൂടി കാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടിൽ പോലീസുകാരുടെ കൂടെ തന്നെ ഇറങ്ങണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാണ്, വരുന്ന മുമ്പേ തീരുമാനിച്ചാണ്. അങ്ങനെ കൂടെ തന്നെ ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ നമുക്കത് രണ്ടാളെ പൊക്കത്തിലുള്ള കുഴികളാണ്. ആ മതിൽ കഴിഞ്ഞാൽ കുഴി, അത് കഴിഞ്ഞാൽ അടുത്ത മതിൽ ചെറിയ തോടാണ്. അപ്പോൾ ഈ തോട് കയറി എനിക്ക് കിടക്കുന്നുണ്ട്. തോട് കയറി ഒരു തവണ കയറി ഇറങ്ങി കുറേ ദൂരം നടന്നു. നമ്മൾ അവിടെയൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പ് 2 പോലീസുകാർ അവിടെ തിരയുന്നു. അപ്പോൾ അവരെ കൂടെ അവർ പോകുന്ന വഴിയേ പോകുന്നു. അപ്പോഴാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ നമുക്ക് എതിലേ പോകണം എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലല്ലോ. എതിലേ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർ പോകുന്ന കൂടെ തന്നെ പോയി ഒരു മതിൽ കണ്ടു. ആ മതിൽ ചാടി വീഴുന്നത് നല്ല താഴ്ചയിലേക്കാണ്. അത് ഒരു തവണ ചാടി ഇറങ്ങി അടുത്ത മതിൽ കയറി ഈ കാണുന്നത്. അപ്പോഴാണ് കിണറ്റിലാണ് എന്നുള്ളത് നമ്മൾ കാണുന്നത്. അവിടെ കിണറ്റിൽ നമ്മൾ ആദ്യം പോലീസുകാർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു. എടുക്കരുത് അവർ വെള്ളത്തിലേക്ക് താണു പോകും എന്നുള്ള അവരുടെ ഒരു ഭയം. അത് നമ്മൾ അപ്പുറ സൈഡിൽ പോകുമ്പോഴാണ് ഇയാളിങ്ങനെ കയ്യും പൊക്കി നിൽക്കുന്ന ഒരു വിഷ്വൽ കാണുന്നത്. നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷ്വലാണിത്. അതെടുത്ത് പൊക്കുന്നതോട് കൂടെ തന്നെയാണ് ഇവർ നമ്മൾക്ക് മാക്സിമം ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഊട് വഴി കൂടെ ബിൽഡിങ്ങിൻ്റെ അപ്പർ സൈഡ് വണ്ടിയിട്ട സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. നേരെ കറങ്ങി വണ്ടിയിട്ട ഭാഗത്തേക്ക് വരുവായിരുന്നു. വരുന്ന വഴിക്ക് വീണ്ടും നമ്മൾ ഈ വലിയ കിണർ പോലുള്ള വലിയ ഒരു കാനയാണ്, അത് ചാടി ഇറങ്ങണം. അത് ചാടി ഇറങ്ങുമ്പോൾ ഞാൻ വീണ് ക്യാമറ ജസ്റ്റ് വെള്ളത്തിലേക്ക് വന്നു. ക്യാമറ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ബട്ടൺ അല്ല വർക്കാവുന്നത്, വേറെ എന്തൊക്കെയോ ബട്ടണൊക്കെയാണ് വർക്കാവുന്നത്. മറ്റേ റെക്കോർഡ് റിവ്യൂ ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ പിന്നെ റെക്കോർഡ് ചെയ്യാതെ വിട്ടു. അങ്ങനെ ഓടി വണ്ടിയിലെത്തുന്നു. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് വരെ ഇതാണ് സംഭവിച്ചത്. സൂപ്പർ എക്സ്ക്ലൂസീവ് ആണ്. ഷിജിൻ നരിപ്പറ്റ പകർത്തിയത്, രാഹുൽ കെ വി റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ കെ വിയുടെയും ഷിജിൻ നരിപ്പറ്റയുടെയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു ഇത്. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ ലോകം കണ്ടിരിക്കുന്നു ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇത് വളരെ ശ്രമകരമായ ദുഷ്കരമായിട്ടൊരു ഓപ്പറേഷൻ ആയിരുന്നു. 4 ചുറ്റും തളാപ്പിൽ കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശങ്ങൾ 4 ചുറ്റും പോലീസ് അരിച്ചു പെറുക്കുന്നതിനിടെ ഗോവിന്ദചാമിയെ കണ്ട 1-2 പേരുണ്ട്. കാട് വായിക്കുന്നതിനിടെ ഇയാൾ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അപ്പോൾ വീണ്ടും ഡയറക്ഷൻ വ്യക്തമാകുന്നു. അന്വേഷണം തെരച്ചിൽ പുരോഗമിക്കുന്നു. ഒടുവിൽ ആ കാട് മൂടി കിടന്നിരുന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ ഒരാൾ എന്നൊരു ഒച്ച കേൾക്കുന്നു. രാഹുലും ഷിജിനും അങ്ങോട്ട് കുതിക്കുന്നു, പോലീസ് പാർട്ടിയും അങ്ങോട്ട് കുതിക്കുന്നു. അങ്ങനെ സാഹസികമായി വലയിലാക്കിയിരിക്കുകയാണ്.